ഹായ് ഓൾ. ലീനിയർ കൺട്രോൾ സിസ്റ്റത്തിൻ്റെ ബുക്കൊക്കെ എടുത്ത് എല്ലാവരും ടെൻഷൻ അടിച്ചിരിക്കുമായിരിക്കും. എക്സാമിങ് ആയില്ലേ, എവിടെ നിന്ന് തുടങ്ങണം, എങ്ങനെ പഠിക്കണം എന്നുള്ള കൺഫ്യൂഷൻ അടിച്ചിരിക്കുന്നതുകൊണ്ടാണ് ഇന്ന് ടീച്ചർ എളുപ്പമാക്കാൻ വേണ്ടിയിട്ട് ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ച്. നമുക്ക് ഈ ഒരു ലാസ്റ്റ് മൊമെൻറ്റ് പ്രിപ്പറേഷനിൽ ആവശ്യമായിട്ടുള്ള കുറച്ച് പ്രോബ്ലംസ് നോക്കിപ്പോവാം. ചെയ്യാൻ സമയമില്ലാത്ത ടെക്സ്റ്റ് ബുക്ക് തന്നെയാണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. നമുക്ക് ഓരോ ക്വസ്റ്റ്യൻസ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എസ്സേക്ക് വരാൻ പറ്റുന്നുള്ള പ്രോബ്ലം നമുക്ക് ഒന്ന് ചെയ്ത് നോക്കാം. ഓക്കെ, സോ ഫസ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് മോഡ്യൂൾ 2. എന്തുകൊണ്ട് മോഡ്യൂൾ 2 എത്തുന്നത് വെച്ച് കഴിഞ്ഞാൽ മോഡ്യൂൾ 1 കുറച്ചും കൂടി നിങ്ങൾക്ക് എളുപ്പമാണ്. കാരണം മോഡ്യൂൾ 1 നമുക്ക് പഠിക്കാനുള്ളത് ട്രാൻസ്ഫർ ഫംഗ്ഷൻ, ആർമേച്ചർ കൺട്രോൾ ആൻഡ് ഫീൽഡ് കൺട്രോൾ, DC മോട്ടറിൻ്റെ ഡെറിവേഷനാണ് മെയിൻലി. പിന്നെ കുറച്ച് ഷോർട്ട് ക്വസ്റ്റ്യൻസും എല്ലാം കൂടെ അടങ്ങുന്നതൊക്കെയാണ് എസ് ഒക്കെ ആയിട്ട് വരുന്നത്. സോ മോഡ്യൂൾ 2 തൊട്ടാണ് മെയിനായിട്ടുള്ള കുറേ പ്രോബ്ലംസ് പോകുന്നത്. സോ അതൊക്കെ നിങ്ങൾക്ക് പഠിക്കാനായി കുറച്ചും കൂടെ പാട്. സോ നമുക്ക് ആദ്യമായിട്ട് മോഡ്യൂൾ 2 എന്നുള്ള 2 പ്രോബ്ലംസാണ് ഉള്ളത്. അത് നമുക്ക് നോക്കാം. ഒന്നെന്ന് പറയുന്നത് റൂത്ത് ഹർവിറ്റ്സ് ക്രൈറ്റീരിയ, രണ്ടെന്ന് പറയുന്നത് നമ്മൾ സ്റ്റഡി സ്റ്റേറ്റ് എറർ വെച്ചിട്ടുള്ള പ്രോബ്ലം. സോ റൂത്ത് ഹർവിറ്റ്സ് ക്രൈറ്റീരിയ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്, കഴിഞ്ഞ സെമസ്റ്ററും പഠിച്ചതാണ്. എന്നിരുന്നാലും ഞാൻ റൂത്ത് ഹർവിറ്റ്സ് ക്രൈറ്റീരിയ എങ്ങനെയാണ് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവാം, നിങ്ങൾ നോക്കുക. ഓക്കെ, സോ റൂത്ത് ഹർവിറ്റ്സ് ക്രൈറ്റീരിയയിൽ ബേസിക്കലി 3 ടൈപ്പ് ഉണ്ട്. ഓക്കെ, സോ നമ്മളിവിടെ നിന്ന് 3 ടൈപ്പ് പ്രോബ്ലം നോക്കാൻ പോവുകയാണ്. ഒരു ക്രാഷ് കോഴ്സാണ് LCSൻ്റെ. സോ നമ്മൾ ഒരുപാട് ഡീറ്റെയിൽ ആയിട്ടൊന്നും ഇല്ല, പക്ഷേ ആവശ്യമായിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞു പോകുന്നത്. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് എടുക്കാം. സോ എക്സാമ്പിൾ 4.1 നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ആ ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ തന്നിട്ടുണ്ട് അല്ലേ. എന്താ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ? S⁴ plus 8s³ plus 18s² plus 16s plus 5 equal to 0. So ഇതാണ് ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ. സോ ക്വസ്റ്റൻ ഈസ് യൂസിങ് റൂത്ത് ക്രൈറ്റീരിയൻ ഡിറ്റർമിൻ ദ സ്റ്റെബിലിറ്റി ഓഫ് ദ സിസ്റ്റം ആൻഡ് ഓൾസോ കമൻറ്റ് ഓൺ ദ ലൊക്കേഷൻ ഓഫ് ദ റൂട്ട്സ് ഓഫ് ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ. ഓക്കെ, സോ ബേസിക്കലി നമുക്ക് അറിയേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ റൂത്ത് ഹർവിറ്റ്സ് ക്രൈറ്റീരിയ യൂസ് ചെയ്ത് സ്റ്റെബിലിറ്റി കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് റൂത്ത് ഹർവിറ്റ്സ് ക്രൈറ്റീരിയ 2 കണ്ടീഷൻസ് ഉണ്ട് മെയിൻലി. ഒന്നെന്ന് പറയുന്നത് നെസസറി കണ്ടീഷൻ ആൻഡ് സെക്കൻഡ് വൺ ഈസ് സഫിഷ്യൻറ്റ് കണ്ടീഷൻ. സോ നെസസറി കണ്ടീഷനിൽ നമ്മൾ എങ്ങനെയാണ് ചെക്ക് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ നമ്മൾ നോക്കുക. ഓക്കെ, സോ ഈ ഒരു ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ നോക്കുമ്പോൾ എല്ലാ ടേമും അവൈലബിൾ ആണ് അല്ലേ. S⁴ ടേം ഉണ്ട്, S⁴ ടേം ഉണ്ട്, S² ടേം ഉണ്ട്, എസിൻ്റെ ടേം ഉണ്ട്, കോൺസ്റ്റൻറ്റ് ടേം ഉണ്ട്. സോ എല്ലാ ടേമും ഉണ്ടെങ്കിൽ അതും എല്ലാം പോസിറ്റീവ് ആണെങ്കിൽ സിസ്റ്റം എങ്ങനെയാണ്? സ്റ്റേബിളാണ്. ഏതെങ്കിലും ടേം ഇല്ല അല്ലെങ്കിൽ ഏതെങ്കിലും ടേം നെഗറ്റീവ് ആണെങ്കിൽ നെസസറി കണ്ടീഷനിൽ സിസ്റ്റം അൺസ്റ്റേബിൾ ആവും. പിന്നെ നമ്മൾ സഫിഷ്യൻറ്റ് കണ്ടീഷനിലോട്ട് പോകേണ്ട ആവശ്യമില്ല. ഓക്കെ, സോ ഈ ഒരു ക്വസ്റ്റ്യനിൽ എല്ലാ ടേമും ഉണ്ട്, അതൊപ്പം തന്നെ എല്ലാം പോസിറ്റീവാണ്. സോ സിസ്റ്റം നെസസറി കണ്ടീഷനിൽ നമ്മൾ ചെക്ക് ചെയ്തു. സോ സഫിഷ്യൻറ്റ് കണ്ടീഷൻ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ റൂത്ത് അറേ നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. ഓക്കെ, അതിന് റൂത്ത് ഹർവിറ്റ്സിൻ്റെ റൂത്ത് ടേബിൾ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നു. ആ റൂത്ത് ടേബിൾ ക്രിയേറ്റ് ചെയ്ത ശേഷം നമ്മൾ റൂത്ത് അറേ നമ്മൾ ചെക്ക് ചെയ്യും. ഓക്കെ, അതാണ് നമ്മുടെ മെത്തേഡ്. സോ നമ്മൾ ആദ്യമേ റൂത്ത് അറേ നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു റൂത്ത് ഹർവിറ്റ്സ് ടേബിൾ ക്രിയേറ്റ് ചെയ്യുന്നു. അതിന് വേണ്ടിയിട്ട് നമ്മൾ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷനാണ് എടുക്കുന്നത്. സോ ഇവിടെ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ പവർ എന്ന് പറയുന്നത് S⁴ ആണ് ഹയസ്റ്റ് പവർ അല്ലേ. സോ S⁴ നിന്നും ദെൻ S³ ദെൻ S², S⁴, S⁴ എന്ന് നിങ്ങൾ ആദ്യമേ ഒരു കോളം എഴുതുക. ഫസ്റ്റ് S⁴, ദെൻ S⁴, പിന്നെ കുറഞ്ഞു S², S⁴, S⁴. ഓക്കെ, സോ ഫസ്റ്റ് S⁴ എലമെൻറ്റ്സ് എങ്ങനെ ചൂസ് ചെയ്യണമെന്ന് നോക്കുകയാണെങ്കിൽ നമ്മൾ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ വീണ്ടും എടുക്കുക. സോ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ്റെ ഓൾട്ടർനേറ്റ് ടേംസാണ് S⁴ നമ്മൾ എഴുതാൻ പോകുന്നത് റോ ആയിട്ട്. ഓക്കെ, സോ ഇവിടെ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ ഓൾട്ടർനേറ്റ് ടേംസ് ദ ഫസ്റ്റ് ഈസ് S⁴ ചൂസ് ചെയ്തു, ദെൻ 18s² ചൂസ് ചെയ്തു ആൻഡ് 5. ഓക്കെ, സോ
S4ൻ്റെ ഫസ്റ്റ് ടേമിൻ്റെ കോയിഫിഷ്യൻ എന്താണ്? 1 ആണ്. സോ അതാണ് നമ്മുടെ ഫസ്റ്റ് എലമെൻറ്റ്. ആൻഡ് 18s² അല്ലേ സെക്കൻഡ്. സോ അതിൻ്റെ കോയിഫിഷ്യൻ്റ് ഈസ് 18 ആൻഡ് ലാസ്റ്റ് നമ്മൾ ചൂസ് ചെയ്ത് ഈസ് 5. സോ ഇത് മൂന്നുമാണ് എന്തെന്ന് പറയുന്നത്? ആദ്യത്തെ റോ. ഓക്കെ, ഈ നെക്സ്റ്റ് റോ എന്ന് പറയുന്നത് നമ്മൾ ചൂസ് ചെയ്യുന്ന ഓൾട്ടർനേറ്റീവ് അല്ലാത്ത റിമൈനിങ് ആയിട്ടുള്ള നമ്പറാണ് താഴത്തെ റോയിൽ എപ്പോഴും എഴുതേണ്ടത്. ഓക്കെ, ദാറ്റ് ഈസ് 18 ആൻഡ് 16. ഓക്കെ, മനസ്സിലായോ? സോ നമ്മൾ ഇനി സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ഈസി മെത്തേഡിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ സെക്കൻഡ് റോ നോക്കുമ്പോഴത്തേക്കും 8 and 16 അല്ലേ? 8 and 16 ഏതിൻ്റെ ടേബിൾ നമുക്ക് സോൾവ് ചെയ്യാം? നമുക്ക് 8 and 16 8ൻ്റെ ടേബിളിൽ ഡിവൈഡ് ചെയ്യുവാണെങ്കിൽ 1 എന്നും 2 എന്നും എഴുതാം അല്ലേ? അപ്പോൾ കുറച്ചും കൂടി നമുക്ക് സിമ്പിളായിട്ട് നമ്മൾ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതെങ്കിൽ ചെയ്തിട്ടില്ലെങ്കിൽ കുഴപ്പമില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ വീണ്ടും എന്ത് ചെയ്യുന്നു? വീണ്ടും ഇതേ ഇക്വേഷൻസ് എടുത്ത് എഴുതുന്നു. S4 എന്ന് വെച്ചാൽ 1, 18 ആൻഡ് 5 ആണ് ഫസ്റ്റ് ടേം. നമ്മളത് വീണ്ടും റീറൈറ്റ് ചെയ്യുന്നു. സെക്കൻഡ് S³ എന്ത് ചെയ്യുന്നു? 8ഉം 16 നമ്മൾ 8ൻ്റെ ടേബിൾ ഡിവൈഡ് ചെയ്തിട്ട് അതിൻ്റെ ആൻസർ 1ഉം 2ഉം എന്ന് ഇവിടെ എഴുതിയേക്കുന്നു. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ട S² ആണ്. S²ൻ്റെ ടേം നമ്മൾ കണ്ടുപിടിക്കണം. ഓക്കെ, അതിന് വേണ്ടി എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം S4ൻ്റെ ടേമും ഉണ്ട് നമുക്കിപ്പോൾ, S³ ഉണ്ട്. സോ ഫസ്റ്റ് ഈസ് ഈ നമ്മുടെ S² കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഈ S³ കിടക്കുന്ന ഫസ്റ്റ് എലമെൻറ്റ് 1 into 18. ഈ 1 into 18 ദെൻ മൈനസ് എന്ത് ചെയ്യണു? ഈ 2 into 1. ഓക്കെ, മനസ്സിലായോ? 1 into 18 മൈനസ് 2 into 1 ഡിവൈഡഡ് ബൈ ഈ S³ ഫസ്റ്റ് എലമെൻറ്റ് 1. ഒന്നും കൂടെ പറയാണ്, ഫസ്റ്റ് ടേം കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ഫസ്റ്റ് റോ എടുക്കുക. ഓക്കെ, ഫസ്റ്റ് ടേം കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ഫസ്റ്റ് കോളം എടുക്കുക. ഫസ്റ്റ് കോളം എടുത്തിട്ട് S³ 1 അല്ലേ? 1 into 18 മൈനസ് 2 into 1 ഡിവൈഡഡ് ബൈ S³ ഫസ്റ്റ് ടേം. അപ്പോൾ നമുക്ക് S² കിട്ടി. ഇനി നമുക്ക് S² സെക്കൻഡ് ടേം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? നമ്മൾ ഈ ആദ്യത്തെ ഈ കോളം തന്നെയാണ് എടുക്കേണ്ടത്. ആ കോളവും ഈ നെക്സ്റ്റ് കോളവും എടുക്കേണ്ടത്. ഓക്കെ, സോ ഇവിടെ 1 into 5 മൈനസ് ഈ ഇവിടെ ഒന്നുമില്ല, അതുകൊണ്ട് 0 ആണ്. 0 into 1 ഡിവൈഡഡ് ബൈ ഏതാണ്? S³ ഫസ്റ്റ് എലമെൻറ്റ് 1. ഓക്കെ, മനസ്സിലായോ? സോ അപ്പോൾ എന്ത് കിട്ടും? നമുക്ക് S² സെക്കൻഡ് എലമെൻറ്റും കിട്ടി. സോ ഒന്നും കൂടെ പറഞ്ഞു തരാം. നമ്മുടെ S4 നമുക്കുണ്ട്, S3 നമുക്കുണ്ട്. നമുക്ക് x² കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? ആദ്യമേ നമ്മൾ ഈ ഒരു ഫസ്റ്റ് കോളം സെലക്ട് ചെയ്തു. ഓക്കെ, ഫസ്റ്റ് കോളം സെലക്ട് ചെയ്ത ശേഷം S³ ഫസ്റ്റ് എലമെൻറ്റ് 1 into 18 ചെയ്തു, മൈനസ് 2 into 1 ചെയ്തു, ഡിവൈഡഡ് ബൈ ഫസ്റ്റ് എലമെൻറ്റ് 1 ഈ എലമെൻറ്റ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? നമുക്ക് S² ഫസ്റ്റ് എലമെൻറ്റ് കിട്ടി, 60 എന്ന് കിട്ടി. വീണ്ടും നമ്മൾ എന്ത് ചെയ്തു? S² സെക്കൻഡ് എലമെൻറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടി ഈ കോളം ചൂസ് ചെയ്യുക. ദെൻ ഈ കോളമാണ് ചൂസ് ചെയ്യേണ്ടത്. സോ S3 കിടക്കുന്ന ഫസ്റ്റ് 1 into നമ്മൾ 5 ചെയ്തു, മൈനസ് ഇവിടെ നമുക്കൊന്നുമില്ല. സോ 0 into 1 ദാറ്റ് ഈസ് 0 ഡിവൈഡഡ് ബൈ ഈ എലമെൻറ്റ് ഫസ്റ്റ് എലമെൻറ്റ് അല്ലേ 1. സോ നമുക്ക് എന്ത് കിട്ടി? അവിടെ നമുക്ക് 5 കിട്ടി. ഓക്കെ, മനസ്സിലായോ? സോ ഇതുപോലെ നമ്മൾ S1 കണ്ടുപിടിക്കണം. S1 കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഈ S³ S² റോസ് വേണം സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ 16 into 2 മൈനസ് 5 into 1 ഡിവൈഡഡ് ബൈ എന്താ എടുക്കേണ്ടത്? ഡിവൈഡഡ് ബൈ ഈ 16. ഓക്കെ, അപ്പോൾ 1.7 നമുക്ക് കിട്ടും. ഇനി അടുത്ത് ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് സീറോസ് ആണ്. സോ നമുക്കത് എടുക്കേണ്ട ആവശ്യം ഇല്ല. ഇനി S0 കണ്ടുപിടിക്കണമെങ്കിൽ സെയിം സംഭവം നമ്മൾ റിപ്പീറ്റ് ചെയ്യുക. പ്രീവിയസ് ആയിട്ടുള്ള ടേം S1ഉം അതിന് മുന്നോടിയുള്ള S² റോസ് വേണം നമുക്ക് ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്.
ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് എസ് റേസ് 0? 1.7 ഇൻറ്റു 5 മൈനസ് ഇവിടെ ടേം ഇല്ല, 0 ആണ്, 0 ഇൻറ്റു 16 ദാറ്റ് ഇസ് 0 ഡിവൈഡ് ബൈ ഈ ചൂസ് ചെയ്ത ജസ്റ്റ് മുന്നുള്ള എലമെൻറ്റ് 1.7. സോ നമുക്ക് എന്ത് കിട്ടി അവിടെ ആൻസർ? 5 കിട്ടി. ഓക്കെ, ഇപ്പം നമ്മളിപ്പം എല്ലാ എസിൻ്റെ റോസും നമ്മൾ ഫില്ല് ചെയ്തു. ഇനി നമ്മൾ സ്റ്റെബിലിറ്റി അനലൈസ് ചെയ്യണം. സോ ഫസ്റ്റ് കോളം, ഈ റൂത്ത് അറേയുടെ ഫസ്റ്റ് കോളം നമ്മൾ ചൂസ് ചെയ്യുകയാണ്. ഫസ്റ്റ് കോളം ചൂസ് ചെയ്യുമ്പോൾ എല്ലാ എലമെൻറ്റും എന്താണ്? പോസിറ്റീവാണ്. ഓക്കെ, എല്ലാ എലമെൻറ്റും പോസിറ്റീവാണ്. അതുമാത്രമല്ല ഒരു സൈൻ ചേഞ്ച് ഇല്ല. സൈൻ ചേഞ്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു എലമെൻറ്റ് പ്ലസും അടുത്തൊരു എലമെൻറ്റ് മൈനസും അങ്ങനെയില്ല. സോ എല്ലാം പോസിറ്റീവ് ആയതുകൊണ്ട് എന്താകാം? റൂട്ട്സ് എന്തായാലും ലെഫ്റ്റ് ഹാഫ് ഓഫ് ദ എസ് പ്ലെയിൻ ആയിരിക്കും. സോ സിസ്റ്റം സ്റ്റേബിൾ. ഇതാണ് റൂത്ത് ഹെർവിറ്റ്സ് ക്രൈറ്റീരിയയുടെ ഫസ്റ്റ് മെത്തേഡ്. സോ നോർമലി റൂത്ത് അറേ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നു. എന്നിട്ട് നമ്മൾ ഫസ്റ്റ് കോളം നമ്മൾ അനലൈസ് ചെയ്യും. ഫസ്റ്റ് കോളം നോക്കിയിട്ട് എന്ത് നോക്കുന്നു? എല്ലാ എലമെൻറ്റ്സും പോസിറ്റീവ് ആണോ നോക്കും. എല്ലാ എലമെൻറ്റ്സും പോസിറ്റീവ് ആണെങ്കിൽ സിസ്റ്റം സ്റ്റേബിളാണ്. ആൻഡ് റൂട്ട്സ് എവിടെ കിടക്കുന്നത്? ലെഫ്റ്റ് ഹാഫ് ഓഫ് ദി എസ് പ്ലെയിൻ. എത്ര റൂട്ട്സ് ഉണ്ടായിരിക്കും? നമുക്ക് ഹയസ്റ്റ് പവർ എന്ന് പറയുന്നത് S⁴ അല്ലേ? 4 ആയതുകൊണ്ട് 4 റൂട്ട്സ് ഉണ്ടായിരിക്കും. ഓക്കെ, ആ 4 റൂട്ട് എവിടെയാണ് കിടക്കുന്നത്? എസ് പ്ലെയിനിൻ്റെ ലെഫ്റ്റ് ഹാഫ് സൈഡ്. സോ സിസ്റ്റം ഈസ് സ്റ്റേബിൾ. മനസ്സിലായോ? ഇതാണ് നമ്മൾ റൂത്ത് ഹെർവിറ്റ്സിൻ്റെ ഒരു മെത്തേഡ്. ഇനി നമുക്ക് റൂത്ത് ഹെർവിറ്റ്സിൻ്റെ സെക്കൻഡ് മെത്തേഡ് നോക്കാം എങ്ങനെയാണെന്ന്. ഓക്കെ, സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ തന്നേക്കുന്ന S⁵ പ്ലസ് 2S⁵ പ്ലസ് 8S⁴ പ്ലസ് 12S³ പ്ലസ് 20S² പ്ലസ് 16S പ്ലസ് 16 ഈക്വൽ ടു 0. സോ നമുക്ക് കൺസിഡർ റൂത്ത് അറേ ആൻഡ് ഡിറ്റർമിൻ ദ സ്റ്റെബിലിറ്റി ഓഫ് ദ സിസ്റ്റം ആൻഡ് ഓൾസോ ഡിറ്റർമിൻ ദ നമ്പർ ഓഫ് റൂട്ട്സ് ലൈയിങ് ഓൺ റൈറ്റ് ഹാഫ് ഓഫ് എസ് പ്ലെയിൻ, ലെഫ്റ്റ് ഹാഫ് ഓഫ് എസ് പ്ലെയിൻ ആൻഡ് ഓൺ ഇമാജിനറി ആക്സിസ്. ഓക്കെ, ഇപ്പോൾ ലെഫ്റ്റ് ഹാഫിലും റൈറ്റ് ഹാഫിലും ഇമാജിനറി ആക്സിസിലും റൂട്ട്സ് ഉണ്ടെങ്കിൽ ഏതാണെന്നാണ് ചോദിച്ചേക്കുന്നത്. സോ ഇൻ കേസ് അത് ഡിറ്റർമിൻ ചെയ്യാൻ ചോദിച്ചിട്ടില്ലെങ്കിൽ കൂടിയും നമ്മൾ സ്റ്റെബിലിറ്റി ചെക്ക് ചെയ്തിട്ട് നമ്മൾ എപ്പോഴും എഴുതിയിരിക്കണം റൂട്ട്സ് എവിടെയാണ് കിടക്കുന്നത്, ലെഫ്റ്റിലാണോ റൈറ്റിലാണോ അല്ലെങ്കിൽ ഇമാജിനറി ആക്സിസിലാണോ എന്ന് നമ്മളത് നിർബന്ധമായിട്ടും ആൻസറിൽ എഴുതാം ചോദിച്ചിട്ടില്ലെങ്കിൽ കൂടിയും. സോ നമ്മൾ ഫസ്റ്റ് ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ എടുത്ത് എഴുതി. സോ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ നോക്കുമ്പോൾ എല്ലാ ടേംസും പ്രസൻ്റ് ആണ്, എല്ലാം പോസിറ്റീവാണ്. സോ നെസസറി കണ്ടീഷൻ ഓൾറെഡി സാറ്റിസ്ഫൈഡ് ആണ്. നെക്സ്റ്റ് എന്ത് ചെയ്യുന്നു? നമ്മൾ റൂത്ത് അറേ ക്രിയേറ്റ് ചെയ്യണം അല്ലേ? സോ റൂത്ത് അറേ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുക? ആദ്യം ഹയസ്റ്റ് പവർ ഈസ് S⁶. സോ S⁶ നമ്മൾ എന്ത് ചെയ്യുന്നു? ആദ്യമേ എഴുതുന്നു. പിന്നെ കുറഞ്ഞ് നമ്മൾ താഴോട്ട് എസിൻ്റെ പവേഴ്സ് S⁵, ദെൻ S⁴, S⁵, S⁴, 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 ഇങ്ങനെ എഴുതുക. ഓക്കെ, സോ ഫസ്റ്റ് നമ്മൾ എന്താ ചെയ്യുന്നത്? നമ്മൾ ആദ്യമേ S⁵ ഈ റോസ് നമ്മൾ ഫില്ല് ചെയ്യണം. സോ S⁵ ആ റോസ് നമ്മൾ ഫില്ല് ചെയ്യണമെങ്കിൽ എന്താ ചെയ്യേണ്ടത്? നമ്മൾ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ നമുക്കറിയാം. അതിൽ നിന്നുള്ള ഓൾട്ടർനേറ്റ് ടേംസ് ആണ് ആദ്യമേ റോസ് എടുക്കാൻ ഉപയോഗിക്കുന്നത്. സോ S⁶ കോയിഫിഷ്യൻ എടുക്കുന്നു, ദെൻ S⁴, S², ദെൻ കോൺസ്റ്റൻറ്റ് ടേം. സോ ഇപ്പോൾ എന്ത് എഴുതാം? 1, 8, ദെൻ 20, 16. ഓക്കെ, മനസ്സിലായോ? ബാക്കി ലെഫ്റ്റ് ഓവർ ആയിട്ടുള്ള വാല്യൂസൊക്കെ സെക്കൻഡ് റോയിലും എഴുതാം. 2, 12, 16. ഓക്കെ, ഇനി നമുക്ക് പ്രോബ്ലം എപ്പോഴും സോൾവ് ചെയ്യാൻ എളുപ്പത്തിന് എന്തെങ്കിലും ഒരു മാർഗം ഉണ്ടെങ്കിൽ നമ്മൾ അതും കൂടെ ചെയ്തേക്കണം. അപ്പോൾ കുറച്ചും കൂടി എളുപ്പത്തിന് സോൾവ് ചെയ്യാം. സോ സെക്കൻഡ് S⁵ റോ നോക്കുവാണെങ്കിൽ 2, 12, 16 ആണ്. സോ 2ൻ്റെ ഡിവിഷനിൽ നമുക്ക് എടുക്കുകയാണെങ്കിൽ അത് നമുക്ക് 2ൻ്റെ ടേബിൾ ഡിവൈഡ് ചെയ്ത് പോവുകയാണെങ്കിൽ ഈസി കാൽക്കുലേഷൻ ആയിരിക്കും. സോ നമ്മൾ ഒന്നും കൂടെ റീറൈറ്റ് ചെയ്യുന്നു. സോ അതാണ് ഇവിടെ നമ്മൾ ആദ്യമേ S⁵ വീണ്ടും എഴുതി, ഇനി S⁵ വീണ്ടും എഴുതി, ദെൻ S⁵ എന്താ എഴുതുന്നത്? ഈ 2, 12, 16 2 വെച്ച് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ 168 എന്ന് കിട്ടും. ഓക്കെ, നേരത്തെ ചെയ്തപ്പോൾ S⁴ കോളം കണ്ടുപിടിക്കണമെങ്കിൽ ബാക്കി അതിന് മുന്നോടിയുള്ള പ്രീവിയസ് 2 റോസ് എടുക്കുക. സോ 1 × 8 മൈനസ് 6 × 1 ഡിവൈഡഡ് ബൈ ഈ ടേം അല്ലേ 1. സോ S⁴ ഫസ്റ്റ് എലമെൻറ്റ് കിട്ടി.
നെക്സ്റ്റ് എലമെൻറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ കോളവും ചൂസ് ചെയ്യുന്നത്. സോ ഇവിടുത്തെ എലമെൻറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് 1 × 20 മൈനസ് 8 × 1 ഡിവൈഡഡ് ബൈ ഈ ഫസ്റ്റ് എലമെൻറ്റ്. സോ 6 എന്ന് കിട്ടി. ഓക്കെ, ഇനി നെക്സ്റ്റ് എന്തെങ്കിലും ഈ എലമെൻറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് കോളവും ലാസ്റ്റ് കോളവും ചൂസ് ചെയ്യണം. സോ 1 × 60. ഓക്കെ, മൈനസ് ഇവിടെ ഒന്നുമില്ല, 0 × 1 ബൈ ദിസ് ടേം 1. സോ ആൻസർ എന്താ കിട്ടിയത്? നമുക്ക് 8 കിട്ടി. ഓക്കെ, സോ നമുക്ക് അങ്ങനെ S⁴ ടേബിളും കിട്ടി. സോ നമുക്ക് കിട്ടുന്ന 2, 12, 16 വാല്യൂ കിട്ടുന്ന അതിനെ ഡിവൈഡ് ചെയ്യുമ്പോഴാണ് 2h ഡിവൈഡ് 168 എന്ന് കിട്ടിയത്. ഓക്കെ, നമുക്ക് ചെറുതാക്കി എഴുതാൻ പറ്റുമെങ്കിൽ എപ്പോഴും അങ്ങനെ ചെയ്യുക, അതായിരിക്കും കുറച്ചും കൂടി എളുപ്പം. സോ നെക്സ്റ്റ് S⁴ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? പ്രീവിയസ് 2 റോസ് സെലക്ട് ചെയ്യുക. S⁵ S⁴ റോസ് സെലക്ട് ചെയ്യുമ്പോൾ 1 × 6 മൈനസ് 6 × 1 ബൈ 1 ചെയ്യുമ്പോൾ 0 കിട്ടി ഫസ്റ്റ് ടേം. ഓക്കെ, നെക്സ്റ്റ് ടേം ചെയ്തപ്പോഴും 0 കിട്ടി. അപ്പോൾ 2 ടേം ചെയ്തപ്പോൾ 0 കിട്ടിയത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? നമുക്ക് അവിടെ ഒരു ഓക്സിലറി ഇക്വേഷൻ ഫോം ചെയ്ത് നമുക്ക് കണ്ടുപിടിക്കേണ്ട സാഹചര്യമുണ്ട്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണു? നമ്മൾ S⁴ ടേം മാത്രമാണ് നമുക്കിവിടെ 0 ഇല്ലാതെ അതിന് പ്രീവിയസ് ആയിട്ടുള്ളൂ അല്ലേ? സോ നമ്മൾ ആ ടേം നമ്മൾ ചൂസ് ചെയ്യുന്നു. ഓക്കെ, ആ ടേം നോക്കിക്കേ, ആ ടേം നമ്മളിവിടെ ചൂസ് ചെയ്തു. ഓക്കെ, സോ ഒരു ഓക്സിലറി ഇക്വേഷൻ ക്രിയേറ്റ് ചെയ്യാൻ പോവുകയാണ്. സോ A = എന്താണ്? S⁴ ടേമിൽ എന്തൊക്കെയുണ്ട്? 168. സോ ഫസ്റ്റ് എലമെൻറ്റ് ഈസ് S⁴. ഈവൻ ആൻഡ് നെക്സ്റ്റ് എലമെൻറ്റ് എന്താണ്? 6s⁴². ഓക്കെ, സോ A = S⁴ പ്ലസ് 6s² പ്ലസ് 8. ഓക്കെ, ഇനി നമ്മൾ എന്താ ചെയ്യുക? നെക്സ്റ്റ് നമ്മളത് ഡിഫറൻഷ്യേറ്റ് വിത്ത് റെസ്പെക്ട് ടു S ചെയ്യുന്നു. സോ S⁴ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോഴത്തേക്കും എന്താ കിട്ടുന്നത്? 4s³ കിട്ടുന്നു പ്ലസ് 6 × s² ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ 2s ആണ്. 6 × 2 is 12. സോ 12s കിട്ടി പ്ലസ് 8 എന്തായാലും കോൺസ്റ്റൻറ്റും എപ്പോഴും 0 ആയിരിക്കും. ഓക്കെ, സോ നമ്മൾ dA/dS എന്ത് കിട്ടി? 4s³ പ്ലസ് 12 എന്ന് കിട്ടി. സോ S³ റോ നമ്മൾ എന്തായിട്ട് കിട്ടി? 4ഉം 12 എന്ന് കിട്ടി. സോ ഡിവൈഡ് ബൈ 4 ചെയ്യുമ്പോൾ 1ഉം 3 എന്ന് കിട്ടി. ഓക്കെ, ഈ S³ പ്ലേസിൽ നമുക്ക് ഇത് ഈ 0 പകരം നമ്മൾ ഈ 0 പകരം താഴെ ഓക്സിലറി ഇക്വേഷൻ വെച്ച് കണ്ടുപിടിച്ച് S³ നമ്മൾ താൽക്കാലികമായിട്ട് ഇട്ട് കൊടുത്താണ് സോൾവ് ചെയ്യുന്നത്. ഇതാണ് ഒരു മെത്തേഡ്. ആദ്യത്തെ 2 റോയും 0 ആകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണു? പ്രീവിയസ് റോയിൽ ഒരു ഓക്സിലറി ഇക്വേഷൻ ക്രിയേറ്റ് ചെയ്ത് ഡിഫറൻഷ്യേറ്റ് ചെയ്ത ശേഷം ആ പവറി വരുന്നത് നമ്മൾ അടുത്ത ഒരു താൽക്കാലികമായിട്ട് ഇട്ട് കൊടുത്ത് സോൾവ് ചെയ്യുന്നു. സോ 1ഉം 3 ഇട്ട് കൊടുത്തു. ഇനി S² സോൾവ് ചെയ്യണമെങ്കിൽ ഈ S⁴ ഈ S³ കൂടെ വേണം നമ്മൾ ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ S⁴ എന്ന് പറയുമ്പോൾ ഈ ആദ്യത്തെ ഈ S⁴ 168ഉം S³ 1, 3യും കൂടെ ചൂസ് ചെയ്തിട്ടാണ് നമ്മൾ S² എലമെൻറ്റ്സ് കണ്ടുപിടിക്കുന്നത്. എളുപ്പമായിട്ട് മനസ്സിലാകാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് മാറ്റി എഴുതിയിട്ടുണ്ട്. സോ S² എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ എന്താണ്? 1 × 6 മൈനസ് 3 × 1 ഡിവൈഡഡ് ബൈ 1. സോ അതാണ് ഇവിടെ 3 എന്ന് കിട്ടിയത്. നെക്സ്റ്റ് എങ്ങനെ നമുക്ക് എടുക്കാം? നെക്സ്റ്റ് കോളം കണ്ടുപിടിക്കണമെങ്കിൽ ഈ S² ഫസ്റ്റ് എലമെൻറ്റും S³ ഫസ്റ്റ് എലമെൻറ്റും അല്ലേ? സോ 1 × 8 മൈനസ് ഇവിടെ 0 ആണ്. 0 × 1 is 0 ബൈ ഈ 1 ആണ്. സോ നമുക്ക് എന്ത് കിട്ടി? നമുക്ക് 8 എന്ന് കിട്ടി. ഓക്കെ, സോ S⁴ ചെയ്യണമെങ്കിൽ വീണ്ടും എന്താണ്? നമ്മുടെ പ്രീവിയസ് ആയിട്ട് 2 റോ സെലക്ട് ചെയ്യുന്നു. S⁴ വീണ്ടും അതുപോലെ ചെയ്യുന്നു. നമ്മൾ അതേപോലെ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് എന്ത് ചെയ്യും? 0.33 കിട്ടും. ഇങ്ങനെ 3 × 3 മൈനസ് 8 × 1 ബൈ 3. സോ 0.3 കിട്ടുന്നു. നെക്സ്റ്റ് കോൾ എല്ലാത്തൊന്നും ചെയ്യേണ്ട. നെക്സ്റ്റ് എന്ത് ചെയ്യണം? നമുക്ക് S² ടേം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? S⁴ കണ്ടുപിടിക്കാൻ വേണ്ടി 0.33 × 8 മൈനസ് 0 × 3 ബൈ 0.33 നമുക്കിപ്പോൾ എന്ത് കിട്ടി? 8 കിട്ടി. ഓക്കെ, റൂട്ട് അറേ നമ്മൾ ചെക്ക് ചെയ്യും. ഓക്കെ, റൂട്ട് അറേ ചെക്ക് ചെയ്യപ്പോൾ എന്ത് മനസ്സിലായി? സൈൻ ചേഞ്ചസ് ഒന്നും ഇല്ല. പക്ഷേ
ഒരു റോയിൽ ഓൾ സീറോസ് ഉണ്ട്. സോ ദാറ്റ് ഇൻഡിക്കേറ്റ്സ് ദാറ്റ് ദർ ഇസ് എ പോസിബിലിറ്റി ഓഫ് റൂട്ട്സ് ഓൺ ഇമാജിനറി ആക്സിസ്. ഓക്കെ, ഒരു റോ കംപ്ലീറ്റ്ലി സീറോ ആണെങ്കിൽ എന്താണ് മനസ്സിലാവുന്നത്? ഇമാജിനറി ആക്സിസിൽ റൂട്ട്സ് സീറോസ് വരാനുള്ള സീറോസ് ആയതുകൊണ്ട് ഇമാജിനറി ആക്സിസിൽ റൂട്ട്സ് വരാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? സിസ്റ്റം എന്ന് പറയുന്നത് മാർജിനലി സ്റ്റേബിൾ ആയിരിക്കും അല്ലേ? ഇമാജിനറി ആക്സിസിൽ റൂട്ട്സ് ഉണ്ടെങ്കിൽ സിസ്റ്റം എപ്പോഴും മാർജിനലി സ്റ്റേബിളാണ്. സോ എത്ര റൂട്ട്സ് ഇമാജിനറി ആക്സിസിൽ കിടക്കുന്നു എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച ഓക്സിലറി ഇക്വേഷൻ ഉണ്ടല്ലോ, അതിനെ ഓക്സിലറി പോളിനോമിയൽ എന്ന് പറയാം. സോ നമ്മൾ അത് എടുത്തിട്ടാണ് സോൾവ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച നമ്മൾ എന്താണ് എസ് ക്യൂബിൻ്റെ ഒരു ഓക്സിലറി ഇക്വേഷൻസ് എഴുതി വെച്ചിട്ടില്ലയോ? സോ ആ ടേമാണ് നമ്മൾ എടുക്കുന്നത് ഓക്സിലറി പോളിനോമിയലായിട്ട്. ഓക്കെ, സോ s⁴ പ്ലസ് s² പ്ലസ് 8 = 0 സോൾവ് ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടി നമ്മൾ s² ടേം എക്സ് ആയിട്ട് എടുക്കുകയാണ്. സോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ x² പ്ലസ് 6x പ്ലസ് 8 = 0. ഇതൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷനാണ്. ക്വാഡ്രാറ്റിക് ഇക്വേഷൻ സോൾവ് ചെയ്യാൻ എളുപ്പമാണ് അല്ലേ? -b ± √b² - 4ac/2a ആണ്. ഫസ്റ്റ് എലമെൻറ്റ് ഈസ് a, സെക്കൻഡ് എലമെൻറ്റ് ഈസ് b ആൻഡ് തേർഡ് എലമെൻറ്റ് ഈസ് c അല്ലേ? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടി? -3 ± 1 ദാറ്റ് ഇസ് -2 ഓർ -4 കിട്ടി. സോ എസ് എന്ന് പറയുമ്പോൾ s² = x ആകുമ്പോൾ s = ± x ആണ്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോൾ അതാണ്ട് ±√-2 √-4 കിട്ടി. -2 പുറത്ത് വരുമ്പോൾ എങ്ങനെയാണ്? മൈനസ് പുറത്ത് വരുമ്പോൾ j ആണല്ലേ? +j√2 എന്നും -j√2 എന്നും ദെൻ +j2 ആൻഡ് -j2 ഇങ്ങനെയാണ് നമുക്ക് എന്ത് കിട്ടിയത്? റൂട്ട്സ് ഓഫ് ഓക്സിലറി പോളിനോമിയൽ കിട്ടിയത്. ഓക്കെ, സോ എന്താണ് ദ റൂട്ട്സ് ഓഫ് ഓക്സിലറി പോളിനോമിയൽ എന്ന് പറയുന്ന റൂട്ട്സ് ഓഫ് ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ തന്നെയാണ്. ഓക്കെ, സോ നമ്മുടെ ഇവിടെ എന്താ മനസ്സിലാക്കേണ്ടത്? s⁻6 ആണ് ഹയസ്റ്റ് പവർ. അപ്പോൾ 6 റൂട്ട്സാണ് മൊത്തത്തിലുള്ളത്. ഈ 6 റൂട്ട്സിൽ 4 എവിടെയാണ് കിടക്കുന്നത് നോക്കിയേ? 4 കിടക്കുന്നത് ഇമാജിനറി ആക്സിസിലാണ്. ജെ ടേമിൽ ഇമാജിനറി ആക്സിസ്. സോ 4 കിടക്കുന്നത് ഇമാജിനറി ആക്സിസിലാണ് അല്ലേ? ആൻഡ് ദ റിമൈനിങ് 2 റൂട്ട്സ് എങ്ങനെയായിരിക്കും? ഓൺ ദി ലെഫ്റ്റ് ഹാഫ് ഓഫ് ദി എസ് പ്ലെയിൻ. സോ സിസ്റ്റം എന്ന് പറയുന്നത് മാർജിനലി സ്റ്റേബിൾ ആണ് ആൻഡ് റൂട്ട്സ് ആർ ലൈയിങ് ഓൺ ദി ഇമാജിനറി ആക്സിസ് ആസ് വെൽ ആസ് ഓൺ ദ ലെഫ്റ്റ് ഹാഫ് ഓഫ് ദി എസ് പ്ലെയിൻ. 4 റൂട്ട്സ് എവിടെയാണ് കിടക്കുന്നത്? ഇമാജിനറി ആക്സിസിലാണ് ആൻഡ് 2 റൂട്ട്സ് എസ് പ്ലെയിൻ ആണ്. സോ ഇതാണ് നമ്മുടെ റൂത്ത് ഹെർവിറ്റ്സിൻ്റെ സെക്കൻഡ് ടൈപ്പ്. സോ ഫസ്റ്റ് ടൈപ്പ് മനസ്സിലായി. സെക്കൻഡ് ടൈപ്പ് എന്ന് പറയുന്നത് എങ്ങനെയാണ്? റോസ് എല്ലാം 0 ആവുന്ന കേസിൽ മുന്നത്തെ റോ വെച്ചിട്ട് നമ്മൾ ഓക്സിലറി ഇക്വേഷൻ എഴുതിയിട്ട് നമ്മൾ വിത്ത് റെസ്പെക്ട് ടു എസ് അത് നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നു. ആ ഡിഫറൻഷ്യേറ്റ് ചെയ്ത് കിട്ടുന്നതാണ് പുതിയ റോ ആയിട്ട് നമ്മൾ എഴുതുന്നത്. അത് വെച്ച് സോൾവ് ചെയ്യുന്നു. നേരത്തെ സോൾവ് ചെയ്തതുപോലെ റൂത്ത് ഹെർവിറ്റ്സ് ടേബിൾ സോൾവ് ചെയ്യുന്നു. റൂത്ത് അറേ നോക്കുന്നു. പക്ഷേ 0 വന്നതുകൊണ്ട് ഒരു റോ കംപ്ലീറ്റ്ലി 0 ആയതുകൊണ്ട് നമ്മൾ ഓക്സിലറി പോളിനോമിയൽ എടുക്കുക. ഓക്സിലറി ഇക്വേഷൻ തന്നെയാണ് നമ്മൾ ഓക്സിലറി പോളിനോമിയൽ. അതിൻ്റെ റൂട്ട്സ് കണ്ടുപിടിക്കുക. ആ റൂട്ട്സ് എന്ന് പറയുന്ന ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ്റെ റൂട്ട്സ് ആയിരിക്കും. ഓക്കെ, ഇതാണ് സെക്കൻഡ് വൺ. ഇനി നമുക്ക് ഒരു ടൈപ്പും കൂടെ നോക്കിക്കഴിഞ്ഞാൽ റൂത്ത് ഹെർവിറ്റ്സ് തീർന്നു. എന്ത് എളുപ്പമാണല്ലേ? സോ ദ തേർഡ് ടൈപ്പിൻ്റെ ഒരു മോഡലാണ്. സോ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ നമുക്ക് തന്നിട്ടുണ്ട്. s⁵ പ്ലസ് s⁴ പ്ലസ് 2s³ പ്ലസ് 2s² പ്ലസ് 3s പ്ലസ് 5 = 0. ഓക്കെ, സോ ഇവിടെ ക്വസ്റ്റ്യൻ കൺസ്ട്രക്ട് റൂത്ത് അറേ ആൻഡ് ഡിറ്റർമിൻ ദ സ്റ്റെബിലിറ്റി ഓഫ് ദ സിസ്റ്റം റെപ്രസെൻറ്റഡ് ബൈ ദ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ ആൻഡ് കമൻറ്റ് ഓൺ ദ ലൊക്കേഷൻ ഓഫ് ദ റൂട്ട്സ് ഓഫ് ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ. സോ ക്വസ്റ്റ്യനിൽ ഈ റൂട്ട്സ് എവിടെയാണെന്ന് ചോദിച്ചിട്ടില്ലെങ്കിൽ കൂടിയില്ല നമ്മളെപ്പോഴും സിസ്റ്റത്തിൻ്റെ സ്റ്റെബിലിറ്റി കണ്ടുപിടിച്ച ശേഷം റൂട്ട്സ് എവിടെയാണ് നമ്മളെപ്പോഴും മാർക്ക് ചെയ്യണം. അത് എഴുതിയില്ലെങ്കിൽ അതനുസരിച്ച് മാർക്ക് കുറയും. ഡെഫിനറ്റ്ലി നിങ്ങളെല്ലാവരും എഴുതണം. ഓക്കെ, ചോദിച്ചിട്ടില്ലെങ്കിൽ കൂടി എഴുതണം. സോ ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണു? നമ്മളിപ്പോൾ എക്സ്പേർട്ടായല്ലേ, കാരണം നമ്മൾ 2 ക്വസ്റ്റ്യൻ നോക്കി നമുക്ക് കുറച്ചും കൂടി എളുപ്പമായി. ആദ്യം നമ്മൾ എന്ത് ചെയ്യുന്നു? റൂത്ത് അറേ ക്രിയേറ്റ് ചെയ്യുന്നു. റൂത്ത് ഹെർവിറ്റ്സ് ടേബിൾ അല്ലേ? റൂത്ത് അറേ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഹയസ്റ്റ് ഡിഗ്രി നമ്മൾ എടുക്കുകയാണ് s⁵. ദെൻ താഴെ എന്ത് ചെയ്യണു? അത് നമ്മൾ എഴുതുന്നു s⁴, s³ s², s⁻², s⁻⁴. സോ ഫസ്റ്റ് നമ്മൾ അതെല്ലാം എഴുതി കഴിഞ്ഞു. നെക്സ്റ്റ് നമ്മൾ എന്ത് ചെയ്യുന്നു?
ഫസ്റ്റ് റോ നമ്മൾ സെലക്ട് ചെയ്യണം. സോ ഫസ്റ്റ് റോ നമ്മൾ എലമെൻറ്റ് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും, നമ്മൾ ഈ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷനിൽ നിന്നും ഓൾട്ടർനേറ്റീവ് എലമെൻറ്റ്സ് നമ്മൾ ചൂസ് ചെയ്യണു. ഓക്കെ, ദാറ്റ് ഈസ് 1 2 3. ഇതാണ് ഫസ്റ്റ് റോ എന്ന് പറയുന്നത്. നോക്കൂ. ഓക്കെ, അടുത്ത S⁴ എന്ന് പറയുന്നത് എപ്പോഴും എങ്ങനെയാണ്, നമ്മൾ ചൂസ് ചെയ്യാത്ത കിടക്കുന്ന ആ എലമെൻറ്റ്സിൻ്റെ കോയിഫിഷ്യൻ്റ് S⁴ ഉണ്ട്, 1 2 5. ഓക്കെ, സോ നമ്മൾ നെക്സ്റ്റ് S⁴ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, പ്രീവിയസ് 2 റോ സെലക്ട് ചെയ്തു. അതിൽ നിന്ന് നമ്മൾ ഫസ്റ്റ് എലമെൻറ്റ് കണ്ടുപിടിക്കാൻ 1 × 2 - 2 × 1 / 2. സോ അപ്പോൾ എന്താ കിട്ടുന്നത്, നമുക്കവിടെ 0 കിട്ടി അല്ലേ. സോ നെക്സ്റ്റ് നോക്കുമ്പോൾ, നെക്സ്റ്റ് കോളം നോക്കുമ്പോൾ 1 × 3 - 5 × 1 / 1 -2 കിട്ടി. സോ നമുക്ക് ഈ ഒരു കേസ് എന്ന് പറയുന്നത് ഫസ്റ്റ് റോ, ഫസ്റ്റ് കോളം നമുക്ക് എന്ത് കിട്ടുന്നു, ഫസ്റ്റ് കോളം നമുക്ക് ഇവിടെ മാറ്റി എഴുതിയേക്കുവാണെങ്കിൽ ഫസ്റ്റ് കോളം നമുക്ക് 0യും സെക്കൻഡ് കോളത്തിൽ നമുക്ക് എലമെൻറ്റും ഉണ്ട്. നമ്മൾ നേരത്തെ ചെയ്ത ക്വസ്റ്റ്യനിൽ 2 റോയിൽ 0 ആയിരുന്നു. അപ്പോഴാണ് നമ്മൾ ഓക്സിലറി ഇക്വേഷൻ എടുത്തത്. ഫസ്റ്റ് റോയിൽ മാത്രം 0യും സെക്കൻഡ് റോയിൽ എലമെൻ്റ് ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ആ 0യ്ക്ക് പകരം നമ്മൾ ഒരു എപ്സിലോൺ ഒരു വാല്യൂ ഇട്ട് നമ്മൾ റീപ്ലേസ് ചെയ്യും. എപ്സിലോൺ ഈസ് വളരെ ചെറിയൊരു വാല്യൂ എന്നാണ് ഉദ്ദേശിക്കുന്നത്. എപ്സിലോൺ ഇട്ട് നമ്മൾ റീപ്ലേസ് ചെയ്ത് എഴുതുക. എപ്സിലോൺ -2 കിട്ടി. സോ ഇനി S² കണ്ടുപിടിക്കണമെങ്കിൽ ഈ 0യ്ക്ക് വേണ്ടി റീപ്ലേസ് ചെയ്ത എപ്സിലോണും -2 വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, സോൾവ് ചെയ്യേണ്ടത്. നമുക്ക് നോക്കാം എങ്ങനെയാണെന്ന്. ഓക്കെ, നമ്മൾ 0യ്ക്ക് വരെ എപ്സിലോൺ ഇട്ടു. സോ നമ്മൾ S² എഴുതാൻ വേണ്ടിയിട്ട് വീണ്ടും പ്രീവിയസ് 2 റോസ് ചൂസ് ചെയ്യുക. സോ എപ്സിലോൺ × 2 ദാറ്റ് ഈസ് 2 എപ്സിലോൺ മൈനസ് ഓഫ് -2 × 1 ദാറ്റ് ഈസ് +2 / ഈ ടേം അല്ലേ, എപ്സിലോൺ. ഓക്കെ, മനസ്സിലായി, എളുപ്പമല്ലേ. നെക്സ്റ്റ് എന്ത് ചെയ്യണം, ഈ ഒരു കോളവും നെക്സ്റ്റ് തേർഡ് കോളവും ചൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ 5 എപ്സിലോൺ × 5 ദാറ്റ് ഈസ് 5 എപ്സിലോൺ മൈനസ് ഇവിടെ ഒന്നുമില്ല, 0 × 1 ദാറ്റ് ഈസ് 0 / എപ്സിലോൺ ഈസ് 5. ഓക്കെ, നെക്സ്റ്റ് എന്ത് ചെയ്യണം, ഈ 2 റോയും ചൂസ് ചെയ്യുക. ദിസ് × ദിസ് മൈനസ് ദിസ് × ദിസ് ബൈ ദിസ് ടേം. അതാണ് നമ്മൾ S⁴ ടേം എഴുതിയേക്കുന്നത്. ഇനി ഇവിടെ ഒന്നുമില്ല, അതാണ് 0. സോ നെക്സ്റ്റ് എന്താണ്, S⁴ എടുത്തു. S⁴ എന്ന് പറയുമ്പോഴത്തേക്കും ഈ 2 റോ ചൂസ് ചെയ്യുക. സോ ദിസ് × ദിസ് മൈനസ് ദിസ് × ദിസ്, ഇവിടെ 0 ആണ്. സോ ഈ ടേം ഇല്ല, ബൈ ഇത് ചെയ്യുമ്പോൾ 5 ആയി. ഓക്കെ, സോ ഇതാണ് നമ്മുടെ റൂട്ട് അറേ ഫസ്റ്റ് എലമെൻറ്റ് കിട്ടിയതേക്കുന്നത്. ഇനി നമ്മൾ എന്ത് ചെയ്യണം, ഇത് ഇത്രയും കണ്ടുപിടിച്ച ശേഷം നെക്സ്റ്റ് ഒരു ടേബിൾ ക്രിയേറ്റ് ചെയ്യുക. അവിടെ എപ്സിലോണിൻ്റെ പ്ലേസ് എല്ലാം നമ്മൾ എന്ത് ചെയ്യുന്നു, 0 ഇട്ട് കൊടുക്കണം. ഓക്കെ, സോ എപ്സിലോണിൻ്റെ പ്ലേസ് നമ്മൾ 0 ഇട്ട് കൊടുത്ത് എങ്ങനെ എഴുതാം, നമ്മുടെ ഫസ്റ്റ് റോ അത് തന്നെയാണ്, സെക്കൻഡ് റോ അത് തന്നെയാണ്, തേർഡ് റോ ഇതിന് വേണ്ടി 0 ഇട്ടു, ഇവിടെ 0 എഴുതി. ഓക്കെ, ഇവിടെ 0 ഇടുമ്പോൾ 2/0 ദാറ്റ് ഈസ് ഇൻഫിനിറ്റി ആണ് വന്നത്. നെക്സ്റ്റ് ഇവിടെ 0 ഇടുമ്പോൾ -2 വന്നു. നെക്സ്റ്റ് കോളം ഈസ് അതുപോലെ തന്നെ നെക്സ്റ്റ് റോ എഴുതി 5. സോ നമ്മുടെ പുതിയ റൂട്ട് അറേ എന്ന് പറയുന്നത് ഇതാണ്. സോ ഇത് നോക്കിയിട്ടാണ് നമ്മൾ സ്റ്റേബിൾ ആണോ സ്റ്റേബിൾ അല്ലേ എന്ന് ചെക്ക് ചെയ്യേണ്ടത്. സോ നമുക്ക് എന്ത് മനസ്സിലാവുന്നു ഇവിടെ നിന്ന്, ഫസ്റ്റ് കോളം അനലൈസ് ചെയ്തപ്പോൾ ഇറ്റ് ഈസ് ഫൗണ്ട് ദാറ്റ് ഹൗ മെനി സൈൻ ചേഞ്ച് എത്രയുണ്ട്. അതാണ് ഇൻഫിനിറ്റിയിൽ നിന്നും -2 പോയി, -2 നിന്നും 5 പോയി. ഇപ്പോൾ പോസിറ്റീവ് ടു നെഗറ്റീവ്, നെഗറ്റീവ് ടു പോസിറ്റീവ്. ഇപ്പോൾ 2 സൈൻ ചേഞ്ചാണ് ഉള്ളത്. 2 സൈൻ ചേഞ്ച് ഉണ്ടെങ്കിൽ അർത്ഥം എന്താ, 2 റൂട്ട്സ് റൈറ്റ് ഹാഫ് ഓഫ് ദ എക്സ്പ്ലെയിൻ ആണ് ഉള്ളത്. സോ ഒരു 2 റൂട്ട്സ് റൈറ്റ് ഹാഫ് ഓഫ് ദ എക്സ്പ്ലെയിൻ ആണെങ്കിൽ സിസ്റ്റം എങ്ങനെയായിരിക്കും, അൺസ്റ്റേബിൾ ആയിരിക്കും അല്ലേ. അതായത് നമ്മൾ കൺട്രോൾ സിസ്റ്റത്തിൽ ആദ്യം പഠിക്കുന്നത്, എപ്പോഴും പഠിക്കുന്നത് എങ്ങനെയാണ്, റൂട്ട്സ് എപ്പോഴും ലെഫ്റ്റ് ഹാഫ് ഓഫ് ദ എക്സ്പ്ലെയിൻ ആയിരിക്കണം ഉണ്ടാവേണ്ട. ലെഫ്റ്റ് ഹാഫിൽ ഉണ്ടാണെങ്കിൽ മാത്രമേ സിസ്റ്റം സ്റ്റേബിൾ ആവത്തുള്ളൂ. റൈറ്റ് ഹാഫിൽ പോകാൻ സിസ്റ്റം അൺസ്റ്റേബിൾ. അപ്പോൾ 2 റൂട്ട്സ് നമ്മളെന്താണ്, 2 സൈൻ ചേഞ്ച് ഉള്ളതുകൊണ്ട് 2 റൂട്ട്സ് റൈറ്റ് ഹാഫ് ഓഫ് ദ എക്സ്പ്ലെയിൻ ആണ്. സോ സിസ്റ്റം ഈസ് അൺസ്റ്റേബിൾ. ബാക്കി എത്ര റൂട്ട്സാണ് ലെഫ്റ്റ് ഹാഫിലുള്ളത്, നമുക്ക് മൊത്തത്തിൽ S⁵5 ആണല്ലേ ഹയസ്റ്റ് പവർ. അപ്പോൾ 2 എണ്ണം റൈറ്റ് ഹാഫിൽ പോവുകയാണെങ്കിൽ ബാക്കി 3 റൂട്ട്സ് എവിടെയാണ്, ലെഫ്റ്റ് ഹാഫ് ഓഫ് ദി എക്സ്പ്ലെയിൻ ആണ്. ഓക്കെ, അപ്പോൾ റൂട്ട്സ് എവിടെയാണെന്ന് കണ്ടുപിടിച്ചു. സോ നമുക്കിവിടെ ഒരു സൈൻ ചേഞ്ച് വന്നതുകൊണ്ട് സിസ്റ്റം എപ്പോഴും അൺസ്റ്റേബിൾ. സോ ആൻസർ ഈ സിസ്റ്റം ഈസ് അൺസ്റ്റേബിൾ. റൂട്ട്സ് എവിടേക്കാണെന്ന് എഴുതണം അല്ലേ.
2 roots on the right half of the S plane and remaining 3 roots on the left half of the S plane. So ഈ പറയുന്ന 3 ടൈപ്പ് ഓഫ് പ്രോബ്ലമാണ് റൂത്ത് ഹേർവിറ്റ്സിൽ നോർമലി ചോദിക്കുന്നത്. നോർമലി ആദ്യമേ ഞാൻ പഠിപ്പിച്ച ആദ്യത്തെ നോർമൽ പ്രോബ്ലം, രണ്ടാമത്തെ 2 റോ അല്ലേ, ഒരു റോ കംപ്ലീറ്റ്ലി 0 ആവുന്ന കേസ്. കംപ്ലീറ്റ്ലി 0 ആകുമ്പോൾ എന്ത് ചെയ്യണു? ഓക്സിജൻ ഇക്വേഷൻ ഇടുന്നു, വിത്ത് റെസ്പെക്ട് ടു എസ് ഡിഫറൻഷ്യേറ്റ് ചെയ്യണു. അങ്ങനെ നമ്മൾ റൂട്ട് അറേ കണ്ടുപിടിക്കുന്നു, ദെൻ റൂട്ട്സ് കണ്ടുപിടിക്കുന്നു അല്ലേ. ദെൻ നെക്സ്റ്റ് ഒരു റോ എടുക്കുവാണെങ്കിൽ ഫസ്റ്റ് കോളം മാത്രം 0 ആവുന്നു, നെക്സ്റ്റ് ഒരു എലമെൻ്റ് ഉണ്ട്. ആ കേസ് നമ്മൾ എപ്സിലോൺ ഇട്ട് കൊടുത്ത് സോൾവ് ചെയ്ത ശേഷം പിന്നെ എപ്സിലോണിൻ്റെ വാല്യൂ 0 ഇട്ട് കൊടുത്തിട്ട് റൂട്ട് അറേ നമ്മൾ ചെക്ക് ചെയ്യുന്നു. സോ റൂത്ത് ഹേർവിറ്റ്സ് ക്രൈറ്റീരിയ നോർമലി 3 മാർക്കിന് ചോദിക്കുന്നത്. ഓക്കെ, അപ്പം നിങ്ങൾ കണ്ടിട്ട് ഇത്രയും പഠിച്ചിട്ട് 3 മാർക്കിനേ ചോദിക്കുകയുള്ളൂ എന്ന് വെച്ച് വിഷമിക്കേണ്ട. 3 മാർക്കിന് ചോദിക്കാൻ സിമ്പിൾ ക്വസ്റ്റ്യൻ ആയിരിക്കും. അതിൻ്റെ ഒപ്പം തന്നെ മോഡ്യൂൾ 2ൻ്റെ ഒരു പാർട്ട്, 2 ക്വസ്റ്റ്യൻ്റെ 2 പാർട്ട്, എ പാർട്ടും ബി പാർട്ടും കാണില്ലേ, ഒരു പാർട്ടിൽ ഒരു ക്വസ്റ്റ്യൻ റൂത്ത് ഹേർവിറ്റ്സ് ചോദിക്കാം. ഓക്കെ, സോ നമ്മൾ റൂത്ത് ഹേർവിറ്റ്സ് സ്റ്റെബിലിറ്റി നമ്മൾ നോക്കിക്കഴിഞ്ഞു. 3 ടൈപ്പ് പ്രോബ്ലം മാത്രമേ ഉള്ളൂ. സോ നല്ല എളുപ്പമാണല്ലേ. ഈ ഒരു പ്രോബ്ലം മാത്രം നോക്കിയിട്ട് പോയാൽ മതി. ബേസിക്സ് മനസ്സിലാക്കിയിട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ പേടിക്കേണ്ട ഒരു ആവശ്യമില്ല. ഇനി മോഡ്യൂൾ 2ൽ നോക്കാനുള്ളത് സ്റ്റഡി സ്റ്റേറ്റ് എറർ കോൺസ്റ്റൻറ്റിൻ്റെ പ്രോബ്ലമാണ്. സോ ആ ഒരു പ്രോബ്ലം കൂടെ നോക്കിക്കഴിഞ്ഞാൽ മോഡ്യൂൾ 2ൻ്റെ പ്രോബ്ലം കഴിയും. തിയറി ഞാൻ ഗ്രാജുവലി പറഞ്ഞുതരാം എന്തൊക്കെയാണ് നിങ്ങൾ നോക്കേണ്ടതെന്നുള്ള, കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള. ഇതൊരു ക്രാഷ് കോഴ്സ് അല്ലേ. സോ നിങ്ങൾ എന്തെങ്കിലും ഡൗട്ട് ഈ ഒരു സെഷനിൽ റൂത്ത് ഹേർവിറ്റ്സ് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് സെഷനിൽ നിങ്ങൾക്ക് ആ ഡൗട്ട്സ് മെൻഷൻ ചെയ്യാം. ഇനി വീഡിയോനെ കുറിച്ചിട്ടുള്ള അഭിപ്രായങ്ങൾ മെൻഷൻ ചെയ്യാം. നെക്സ്റ്റ് വീഡിയോ മിസ്സാവാതിരിക്കാൻ വേണ്ടി നിങ്ങൾക്കിത് ലൈക്ക് ചെയ്യുക. അതിനൊപ്പം തന്നെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. കാരണം നമുക്കിനി കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ എക്സാമിന്. അപ്പോൾ അതിന് മുന്നോടിയായിട്ട് ഇനി ബാക്കിയുള്ള പ്രോബ്ലംസും ഒക്കെ മോഡ്യൂളിൻ്റെ വരുന്നതാണ്. ഒന്നും മിസ്സാകാൻ പാടില്ല നിങ്ങൾക്ക്. ഓക്കെ, ശരി. അപ്പോൾ നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് നെക്സ്റ്റ് പ്രോബ്ലം സ്റ്റഡി സ്റ്റേറ്റ് പ്രോബ്ലമായിട്ട് നമുക്ക് കാണാം. ഓക്കെ.